മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രളയത്തിന്റെ സ്വരൂപത്തെ പറയാം. സാധാരണ മനുഷ്യർക്ക് രാത്രിയും പകലും എപ്രകാരമാണോ അതുപോലെയാണ് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളും. ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ സൃഷ്ടിപ്രളയങ്ങളുടെ വെഷ്ടി സ്വരൂപങ്ങളാണ് ജീവികളുടെ പകലും രാത്രിയും. പകൽ അവസാനിക്കുമ്പോൾ മനുഷ്യൻ വ്യവഹാരങ്ങളെല്ലാം തന്നിൽ തന്നെ അടക്കി സുഷുപ്തിലീനനായി തീരാറുണ്ടല്ലോ. അതുപോലെ പ്രപഞ്ച വ്യവഹാരമാകുന്ന പകൽ അവസാനിക്കുമ്പോൾ ആദിത്യനടക്കമുള്ള എല്ലാ അഗ്നികളും ജ്വലിച്ച് സ്ഥാവര ജംഗമ ജീവികളെയും പദാർത്ഥങ്ങളെയുമെല്ലാം ഭൂമിയിൽ ലയിപ്പിച്ച് ഭൂമയമാക്കി തീർക്കും. അങ്ങനെ എല്ലാ പദാർത്ഥങ്ങളും ലയിച്ച് ഭൂമി കേവലം നിസ്തൃണയായി തീരുമ്പോൾ ആമയുടെ പുറം പോലെയാവും. അനന്തരം ജലം സർവത്ര വ്യാപിച്ച് ഭൂമിയെ ആക്രമിച്ച് തന്നിൽ ലയിപ്പിക്കും. പിന്നീട് ജലം അഗ്നിയിലും അഗ്നി വായുവിലും വായു ആകാശത്തും ലയിക്കും. ക്രമേണ ശബ്ദഗുണം നീങ്ങിയ ആകാശം അവ്യക്തതയിൽ ലയിക്കും. പിന്നെ പറയത്തക്കതോ അറിയത്തക്കതോ ആയ ഏതൊന്നുമില്ലാതെ അവ്യക്തമായ കേവലഭാവം മാത്രം ചിരകാലം നിലനിൽക്കും. സന്ദർഭം വരുമ്പോൾ വീണ്ടും ലയിച്ച വസ്തുക്കൾ ഓരോന്നായി പ്രകാശിക്കുകയും ചെയ്യും. ഇങ്ങനെ അത്ഭുതകരവും ആർക്കും വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് പ്രളയത്തിൻ്റെയും സൃഷ്ടിയുടെയും സ്വഭാവമെന്ന് പറയണം. ഹേ യുധിഷ്ഠിര, ബ്രാഹ്മണൻ തൻ്റെ ധർമ്മങ്ങളെ ശരിക്കാചരിക്കുന്നുവെങ്കിൽ അത് ലോകത്തിന് മുഴുവൻ ശ്രേയസ്സാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ആപത്താണ്. ബ്രഹ്മചര്യാദി ഏതെങ്കിലും ഒരു ആശ്രമത്തിലാണ് ബ്രാഹ്മണൻ ജീവിക്കേണ്ടത്. ആശ്രമമില്ലാത്ത നിലയിൽ കഴിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാശ്രമത്തിലിരിക്കുന്നുവോ അതിൻ്റേതായ ധർമ്മത്തെ അല്പം പോലും തെറ്റുകൂടാതെ ആചരിക്കേണ്ടതുമാണ്. എല്ലാ ആശ്രമങ്ങളിലും വച്ച് ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എല്ലാ ആശ്രമങ്ങൾക്കും എല്ലാ ധർമ്മങ്ങൾക്കും ആശ്രയമാണ് ഗൃഹസ്ഥാശ്രമം. അതിനാൽ ഉത്തമനായ ഗൃഹസ്ഥൻ എല്ലാ പ്രകാരത്തിലും പൂജ്യനാണ്. അദ്ദേഹം ധർമ്മം കൊണ്ട് ധർമ്മമൂർത്തിയായ ഈശ്വരനെയും ഈശ്വരസ്വരൂപമായ ജഗത്തിനെയും ആരാധിക്കുന്നു. അതിൻ്റെ ഫലമായി ലോകത്തൊട്ടാകെ തന്നെയും ശ്രേയസ്സുണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ദാനങ്ങൾ വളരെ ഫലപ്രദങ്ങളാണ്. എത്രയോ പുണ്യവാന്മാർ അങ്ങനെയുള്ള സൽപാത്രങ്ങളിൽ ദാനം ചെയ്തിട്ട് തന്നെ പരമശ്രേയസിനെ പ്രാപിക്കുന്നു. അതിന് അനേകം ഉദാഹരണങ്ങൾ പൂർവചരിത്രങ്ങളിലുണ്ട് താനും. ധർമാധർമ്മങ്ങളെ ശരിയായി തിരിച്ചറിഞ്ഞ് ഒരിക്കലും പിഴയ്ക്കാതെ ധർമ്മത്തെ മാത്രം ആചരിക്കുന്ന സുകൃതികളായ വിവേകികൾ മിക്കപ്പോഴും കുറഞ്ഞിരിക്കും. എന്നാലും ഏതു കാലത്തും ചിലരെങ്കിലും ഉണ്ടായിരിക്കുകയും ചെയ്യും. കാലദേശങ്ങളുടെ മാറ്റത്തിൽ മിക്കപ്പോഴും അവിവേകികൾക്ക് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ചിലപ്പോൾ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും തെറ്റിദ്ധരിച്ചേക്കും. പ്രമാദം കൊണ്ട് അങ്ങനെയുള്ള ധർമാധർമ്മങ്ങളെ തെറ്റിച്ചാചരിക്കുന്നവർക്ക് അതിൻ്റെ ഫലമായി അധപതനമുണ്ടാവും. അതിനാൽ വിവേകദൃഷ്ടി കൊണ്ട് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുക തന്നെ വേണം. യുധിഷ്ഠിര, എന്തൊക്കെയുണ്ടായാലും ജ്ഞാനമാണ് വലുത്. ആത്മജ്ഞാനം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഒരാൾ ചാരിതാർത്ഥനാവാൻ പോകുന്നില്ല. നിസ്സംശയമായ ആത്മജ്ഞാനം ഒരാളെ തൃപ്തനും ജീവൻ മുക്തനുമാക്കി തീർക്കും. അതുകൊണ്ട് മാത്രമേ പരിപൂർണ സംതൃപ്തിയുണ്ടാവൂ എന്നുകൂടി പറയണം. വാക്കും വിചാരവും പ്രവൃത്തിയുമാണ് സംസാര വ്യാപാരത്തിന്റെ മുഖ്യോപാധികൾ. അതിനാൽ അവയെ ഫലപ്രദമായി നിരോധിക്കാത്ത ഒരാൾക്ക് ആത്മജ്ഞാനം വികസിക്കാനും വയ്യ. അവയെ കേവലം നിരോധിക്കാറാവണമെങ്കിൽ ലോകത്തിൽ ആവശ്യങ്ങളില്ലാതാവുക തന്നെ വേണം. തത്വവിചാരം കൊണ്ട് ജഗത്തിന്റെ മിഥ്യാതത്വത്തെയും ദുഃഖാത്മകതയും ബോധ്യപ്പെടും. അപ്പോൾ ആവശ്യങ്ങൾ ചുരുങ്ങുകയും വൈരാഗ്യം വളരുകയും ചെയ്യും. നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഇഷ്ടദേവതാ സ്വരൂപേണ ഈശ്വരനെ ഉപാസിക്കുമ്പോൾ ചിത്തശുദ്ധിയും തത്വവിചാരത്തിനുള്ള അർഹതയും വന്നു ചേരും. അങ്ങനെ തത്വവിചാരം ചെയ്ത് ജഗത്തിൽ നിസ്സംഗനായി വാഗ് മനകർമ്മങ്ങളെ അടക്കി ശരിയായ ആത്മവിചാരവും ആത്മോപാസനവും ചെയ്യുമ്പോൾ പരമാർത്ഥമായ ആത്മജ്ഞാനം വികസിക്കും. അതുകൊണ്ട് ജീവൻ മുക്തനും ചാരിതാർത്ഥനുമായി തീരുകയും ചെയ്യും.
അങ്ങനെയുള്ള ആത്മജ്ഞാനത്തോട് കൂടാതെ മറ്റെന്തെല്ലാം ശ്രേയസ്സുകളുണ്ടായാലും ആർക്കും പൂർണ്ണ സംതൃപ്തി ഉണ്ടാവില്ല. ജ്ഞാനമാണ് സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് കടക്കാനുള്ള തോണി. അത് കിട്ടിയവൻ ധന്യനും ചാരിതാർത്ഥനുമാണ്. മറ്റുള്ളവർ ദുഃഖമയമായ ഈ സമുദ്രത്തിൽ തന്നെ മുങ്ങിപ്പൊങ്ങിക്കളിക്കും. വിദ്യയാണ് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ദീപമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ വിദ്യയെ മറക്കുന്നു സ്വഭാവം. സ്വഭാവത്തെ ആർക്കും ജയിക്കാനോ നീക്കാനോ കഴിയുന്നില്ല. തങ്ങളിൽ വളർന്നു വികസിച്ച സ്വഭാവത്തിന് അടിമപ്പെട്ടവരാണ് പ്രായേണ എല്ലാവരും. നല്ലതും ചീത്തയും അല്ലെങ്കിൽ ശരിയും തെറ്റുമായ എല്ലാ പ്രവൃത്തികൾക്കും ഹേതു സ്വഭാവമാണ്. സ്വഭാവത്തെ ജയിക്കാതെ ആർക്കും സ്വതന്ത്രനായി ശ്രേയസ്സിനെ അന്വേഷിക്കാൻ കഴിയില്ല. അതിനാൽ സാഹസപ്പെട്ടും സ്വഭാവത്തെ ജയിക്കുക തന്നെ വേണം. പ്രജ്ഞയാണ് സ്വഭാവത്തെ ജയിക്കാനുള്ള ഉപകരണം. വീര്യമുള്ള പ്രജ്ഞ വികസിച്ച ഒരാൾക്ക് സ്വഭാവത്തെ അടക്കാനും വിദ്യയെ പ്രകാശിപ്പിക്കാനും കഴിയും. ഈ കാരണത്താൽ പ്രജ്ഞയുള്ളവരെയാണ് ബ്രാഹ്മണനെന്നും വിദ്വാനെന്നുമൊക്കെ പറയുന്നത്. അവരെ ദേവന്മാരെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അസാധാരണങ്ങളും അമാനുഷികങ്ങളുമായ കഴിവുകളും ചൈതന്യവും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഭീഷ്മന്റെ മുഖത്തുനിന്ന് കേട്ടതായ യുധിഷ്ഠിരൻ പിന്നീട് മറ്റൊരു ചോദ്യം ചോദിച്ചു. പിതാമഹ, ആശ്രമങ്ങളിൽ വച്ച് ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. വ്യാപാരപരവും കർമ്മബഹുലവുമല്ലേ ഗൃഹസ്ഥ ജീവിതം? അങ്ങനെയുള്ള ഗൃഹസ്ഥൻ എങ്ങനെ ആത്മജ്ഞാനമുണ്ടാകും? ആത്മജ്ഞാന സമ്പാദനം എല്ലാവരുടെയും ഒഴിക്കാൻ പാടില്ലാത്ത കർത്തവ്യമാണെന്ന് അങ്ങ് സൂചിപ്പിച്ചുവല്ലോ. ആ സ്ഥിതിക്ക് ഗൃഹസ്ഥനും ആത്മജ്ഞാനത്തെ സമ്പാദിക്കണമല്ലോ. തപസ്സും വിദ്യയൊന്നുമില്ലാതെ ഗൃഹസ്ഥന് ആത്മജ്ഞാനമുണ്ടാവുമെന്നാണോ കരുതേണ്ടത്? അഥവാ യോഗാഭ്യാസങ്ങളെ ഗൃഹസ്ഥനും ആചരിക്കണമെന്നാണോ അഭിപ്രായം? ഇതാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. ഇതേ ചോദ്യത്തിന് വ്യാസൻ ശുഗന് പറഞ്ഞുകൊടുത്ത മറുപടിയെ തന്നെ പറയാൻ തുടങ്ങി ഭീഷ്മൻ. യുധിഷ്ഠിര, തപസ്സും വിദ്യയും വളർത്തപ്പെടാതെയോ ലോഭാദി ചിത്തദോഷങ്ങളെ നീക്കാതെയോ ആർക്കും ആത്മജ്ഞാനമുണ്ടാവാൻ വയ്യ. ഗൃഹസ്ഥനും ആവക കാര്യങ്ങളൊക്കെ ബാധകങ്ങളാണ്. തെറ്റുകൂടാതെയുള്ള ധർമാചരണം കൊണ്ട് തന്നെ ഗൃഹസ്ഥന്റെ ചിത്തമാലിന്യങ്ങൾ നീങ്ങും. മാലിന്യങ്ങൾ നീങ്ങി ശുദ്ധി കിട്ടുമ്പോൾ സ്വാഭാവികമായി തന്നെ ഭക്തിവൈരാഗ്യങ്ങൾ വളരും. അങ്ങനെ ഭക്തിവൈരാഗ്യങ്ങളോടെ നിസ്സംഗനായി തത്വവിചാരം ചെയ്യുമ്പോൾ സത്യവും അദ്വൈതവുമായ ജ്ഞാനം പ്രകാശിക്കും. യോഗപരമായ അഭ്യാസങ്ങളും ഗൃഹസ്ഥന് നിഷിദ്ധങ്ങളല്ല. യോഗാഭ്യാസം വഴിയാണ് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതും തെറ്റില്ല. അങ്ങനെയും പരിശ്രമിക്കാവുന്നതാണ്. സാഖ്യം കൊണ്ടോ യോഗം കൊണ്ടോ ഭക്തി കൊണ്ടോ തപസ്സുകൊണ്ടോ എങ്ങനെയെങ്കിലും ജ്ഞാനസമ്പാദനം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അത് ഗൃഹസ്ഥനും ഒഴിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ധർമ്മ ആചരണവും കർമ്മ വ്യവഹാരങ്ങളുമെല്ലാമുണ്ട് ഗൃഹസ്ഥനെന്നിരുന്നാലും നിസ്സംഗനാണെന്ന് വന്നാൽ അതൊന്നും ബാധകമാകുന്നില്ല. വിദ്യയുടെയും കർമ്മത്തിന്റെയും ഫലം രണ്ടു തന്നെയാണ്, ഒരിക്കലും ഒന്നാകാൻ പോകുന്നില്ല. ഗൃഹസ്ഥന് കർമ്മം ഒഴിക്കാൻ വയ്യാത്തതാണെന്ന് പറഞ്ഞതുകൊണ്ട് കർമ്മം ഇല്ലാതാവുകയോ വിദ്യാഫലം വന്നു ചേരുകയോ ചെയ്യുന്നുമില്ല. പിന്നെ എങ്ങനെ ഗൃഹസ്ഥൻ മുക്തനാകും? എന്നാണെങ്കിൽ ഗൃഹസ്ഥനും തപസ്സും വിദ്യയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. കൂടാതെ ഗൃഹസ്ഥൻ തന്റെ കർമ്മങ്ങളെ കൂടി വിദ്യാമയങ്ങളാക്കി തീർക്കുകയും വേണം എന്നാണല്ലോ കർമ്മയോഗം. അങ്ങനെ ചെയ്യുന്ന ഗൃഹസ്ഥന് ഗാർഹസ്ഥ്യം മുക്തിക്ക് തടസ്സമല്ലെന്ന് കരുതാം. പക്ഷേ തപോവിദ്യകളെ സമ്പാദിക്കാനോ ചെയ്യുന്ന കർമ്മങ്ങളെ വിദ്യാമയങ്ങളാക്കി തീർക്കാനോ കഴിയുമോ ഗൃഹസ്ഥനെന്നാണെങ്കിൽ ശരിയായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ സാധിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിന്റെ ലക്ഷ്യം ഗാർഹസ്ഥ്യമോ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളോ അതുകൊണ്ടുള്ള സ്വർഗാദി ഫലങ്ങളോ അല്ല, കൈവല്യപ്രാപ്തിയാണ് എന്ന ബോധ്യമുണ്ടാവണം. അങ്ങനെ ബോധമുള്ള ഒരാൾക്ക് ആത്മജ്ഞാനമാണ് തനിക്ക് സാധിക്കാനുള്ളതെന്നും അതിൻ്റെ തടസ്സം തീർക്കാൻ മാത്രമുള്ളതാണ് ഗൃഹസ്ഥാശ്രമമെന്നും അറിയുമല്ലോ. ആ സ്ഥിതിക്ക് തപോവിദ്യകളെ സമ്പാദിക്കാനോ കർമ്മങ്ങളെ വിദ്യാമയങ്ങളാക്കാനോ വിഷമമുണ്ടാവില്ല. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.